പീസ് റേഡിയോയിൽ നമ്മൾ അടുത്തതായി ഇന്നത്തെ നമ്മുടെ അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഏതാനും ചില വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട്. റേഡിയോ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വളരെ സുപരിചിതനാകേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. സുപരിചിതമായ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന, അതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ജമീൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാറുണ്ട്, അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താറുണ്ട്. ആ ജമീൽ ആപ്ലിക്കേഷൻ സംവിധാനങ്ങളുടെ കോർഡിനേഷൻ നിർവഹിക്കുന്ന അബ്ദുൽ നാസറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അബ്ദുൽ നാസർ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാസർക്ക, എപ്പോഴാണ് പുറപ്പെട്ടത്? സുബഹി നിസ്കരിച്ച് നേരെ ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് പോകും. പലപ്പോഴും രാവിലെയുള്ള യാത്രകൾ, നമ്മളൊക്കെ അത് റേഡിയോക്ക് രാവിലെയുള്ള യാത്രകൾ പ്രത്യേക സുഖമായിരിക്കും. ഞാനൊക്കെ പലപ്പോഴും അനുഭവിക്കാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സ്വന്തം പരിചയപ്പെടുത്തി തന്നോ. ജമീലിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ, പക്ഷേ പ്രൊഫഷൻ എന്താണ്, അതുപോലെ തന്നെ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞാൽ. എൻ്റെ വീട് തിരൂരാണ്. തിരൂർ പയ്യനങ്ങാടി എന്ന ഒരു സ്വദേശത്താണ് വീടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ സ്വാഭാവികമായും നമ്മളെ ഒരു ബിടെക് കഴിഞ്ഞാലുള്ള ഒരു ഫീൽഡിലേക്ക് തന്നെയാണ് ഞാൻ, എൻ്റെ ഒരു ജോലിയും ആ ഒരു മേഖലയിൽ തന്നെയാണ്. പിന്നെ കാക്കഞ്ചേരി കെൻഫ്രയിൽ IT പാർക്കിൽ വർക്ക് ചെയ്തു. അതിനുശേഷം സ്വന്തമായി ഒരു സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് ഒരു എന്താ പറയുക, എഡ്യൂക്കേഷൻ മാഷാ. നമ്മുടെ വിസ്ഡം യൂത്ത് നമ്മളെ IT വിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി കൂടിയാണ്. നമ്മളെ ടെക്നിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ നാസർക്ക നമുക്ക് എന്തായാലും നമുക്ക് രണ്ടുപേർക്കും പച്ചവെള്ളം പോലെ അറിയാവുന്നതാണ്. പക്ഷേ എന്നാലും ശ്രോതാക്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ജമീൽ ആപ്ലിക്കേഷനിലെ അദ്കാർ എന്ന സെഷനാണ് നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഓർമ്മപ്പെടുത്താറുള്ളത്. ജമീൽ ആപ്ലിക്കേഷൻ എന്തൊക്കെ സംവിധാനങ്ങൾ അതിലുണ്ട് എന്ന് ശ്രോതാക്കളോടൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നാവും. ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു റേഡിയോയിൽ പലതവണകളായിട്ട് ജമീൽ ആപ്പിനെ കുറിച്ച് അതിൻ്റെ പിന്നെ ആഡുകൾ, അതിൻ്റെ സംവിധാനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് എങ്കിൽ കൂടി ഒരുപക്ഷെ ചിലപ്പോൾ പുതിയ ഇതുമായി നമ്മളൊരു പ്രോഗ്രാം കേൾക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ജമീൽ ആപ്പിൽ നിങ്ങൾക്കുള്ളത് നമുക്ക് ഇതുവരെ നമ്മളിങ്ങനെ നിലവിൽ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവില്ല. നമുക്കൊരു ഒരു മുസ്ലിം മലയാളി കേരളത്തിൽ ഉള്ള ആളുകൾക്ക് ഇതിൽ നിലവിൽ പിന്നെ നമുക്ക് ഓഡിയോ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇസ്ലാമിക പ്രഭാഷണങ്ങൾ, ഇസ്ലാമിക പരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഓഡിയോ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വീഡിയോ, അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട ഈ എല്ലാ ദിവസങ്ങളിലും നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയകളൊക്കെ ആകട്ടെ, നമ്മളെ വഴിവിളക്ക്, അതേപോലെ തന്നെ നേർവഴി, എല്ലാ ദിവസങ്ങളും നമ്മൾ അയക്കാറുള്ള നേർവഴി, അതേപോലെ തന്നെ 1 മിനിറ്റ് ടോക്ക്, പിന്നെ ഇത്തരത്തിലുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളെല്ലാം ഈ ഒരു ജമീൽ ആപ്പിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായും നമ്മൾ ഇന്നലത്തെ ഒരു കാലത്ത് ആളുകൾക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊരു കാര്യത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ തീർക്കുന്നത് വേണ്ടി ജമീലിലെ പിന്നെ സെർച്ച് ഓപ്ഷനുകളൊക്കെ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്ന രൂപത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പല ആപ്പുകളും പിന്നെ നമുക്കറിയാം ഡൗൺലോഡ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന്, ആപ്പ് സ്റ്റോറിൽ നിന്നാണ്. അതുപോലെ തന്നെ നമുക്ക് പുതിയ ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ്. ജമീൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. ജമീൽ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്കത് ആപ്പ് അതിൻ്റെ ഐക്കണ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ലൈഫ് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മൊബൈലാണെങ്കിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ജമീൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പോൾ ജമീൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നേരത്തെ പോലെ അദ്കാർ, ഏതൊരു വിശ്വാസിയും അതിൻ്റെ പ്രഭാതം തുടങ്ങുന്നത് തന്നെ അദ്കാറിൽ നിന്നാണ്. അപ്പോൾ അദ്കാർ എന്ന സെക്ഷൻ തന്നെ നമുക്ക് പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അതിൽ തന്നെ നമുക്ക് അദ്കാർ നമുക്ക് മലയാളത്തിൽ അതിൻ്റെ
പിന്നെ അർത്ഥം, അതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലുമായിട്ടുള്ള അധികാർ. ഇപ്പോൾ രാവിലെ ഉണരുമ്പോൾ മുതൽ ഒരു മനുഷ്യൻ്റെ ഉറക്കം വരെ ആ ഒരു ജീവിതത്തിൻ്റെ ഇടയിലുള്ള ഓരോ ദിവസവും ആ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരു കാറ്റഗറി ആയിട്ട് ഓരോന്നും ഓരോ ഹെഡിങ്ങിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ചിലർ ഇപ്പോൾ പ്രായമായ ആളുകളുണ്ടാകാം. ഇപ്പോൾ പ്രായമായ ആളുകൾക്ക് ഒരു പക്ഷേ ഈ അറബിക് ഫോണ്ടോ അല്ലെങ്കിൽ മലയാളം ഫോണ്ടോ ഒക്കെ ചിലപ്പോൾ വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടി പിന്നെ വായിക്കാനും ഒക്കെ ഉള്ള ഒരു അധികാർ സംവിധാനം ഇപ്പോൾ നമുക്കതിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി പ്ലാനർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ സെമിയിലുണ്ട്. നമ്മുടെ ഒരു ദിവസം നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട് സെമിയിലിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഡെയിലി പ്ലാനർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് പിന്നെ ഈ സെമിയിൽ ആപ്പിൽ തന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദുആ, അതേപോലെ തന്നെ ഡെയിലി ഹദീസ്, ഇന്നത്തെ ഒരു ഹദീസ്, അതിൻ്റെ മലയാളം അർത്ഥം, അത് ഇംഗ്ലീഷിൽ, അതേപോലെ തന്നെ അറബിക്ക്, അതേപോലെ തന്നെ ഇന്നത്തെ ഒരു നന്മ, അതും കൂടി നമ്മൾ ആപ്പിൽ ഹോം എന്ന ഭാഗത്തുള്ളത് ഓരോ ദിവസവും നമുക്ക് വായിക്കാനുള്ള ഒരു സംഗതിയാണ്. ആണ്. ഡെയിലി പ്ലാനറിൻ്റെ കൂടെ തന്നെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പ്രയർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഡെയിലി പ്ലാനറിൽ നമുക്ക് പ്രയർ, അതായത് നമ്മൾ ഒരു ദിവസത്തെ നമ്മളുടെ പിന്നെ നമസ്കാരങ്ങൾ, അതിൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചു, അതേപോലെ തന്നെ സുബഹി, അതേപോലെ തന്നെ നമ്മളെ പിന്നെ നമസ്കാരങ്ങൾ, അതിലെ സുന്നത്ത് നമ്മൾ നമസ്കരിച്ചു എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നീട് അതേപോലെ തന്നെ നമ്മൾ ഒരു ദിവസം എത്ര ആയത്ത് നമ്മൾ പാരായണം ചെയ്തു. ഈ ഡെയിലി പ്ലാനറിലെ പ്രയർ എന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ഫർള് എന്തായാലും നിസ്കരിക്കും ആളുകൾ, സംശയമൊന്നുമില്ല. അതെല്ലാവരും കുട്ടികൾക്കും കൂടി ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫർള് എന്നുള്ളതും കൂടി അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫജ്ർ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സുന്നത്തൊക്കെ നിർവഹിച്ചു. ഇത് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ അത് അപ്പുറത്തെ ഡേറ്റിലായിരിക്കും, 23-ാം തീയതിയിലായിരിക്കും. അതെ അതെ, നമുക്ക് പിന്നോട്ട് നോക്കാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പിന്നെ നമസ്കാരത്തിൽ പുരോഗതി എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്ന ദിവസം ഞാൻ എല്ലാം നമസ്കരിച്ചോ. അതായത് നമ്മളെ സംബന്ധിച്ചോളം ഫർള് നിർബന്ധമാണ്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ ഒരു ഡെയിലി പ്ലാനറൊക്കെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്ക് നമുക്ക് ചില പ്രാർത്ഥനകൾ മറന്നു പോകുന്ന അവസ്ഥകളുണ്ടാവും, തിരക്കിൽ പെട്ടിട്ടായിരിക്കും. പക്ഷെ അത് റിമൈൻഡറാണ്, തീർച്ചയായും റിമൈൻഡറാണ്. ഈ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ടീം എന്തായാലും ഈ പ്രോഗ്രാം കേൾക്കും, നിർബന്ധമായി കേൾക്കുന്നുള്ളതുകൊണ്ട് ഇതിൽ തോന്നിയൊരു അഭിപ്രായം കൂടി പുറത്ത് പോരാ. ശ്രോതാക്കൾ ഒരു പക്ഷേ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ശരിക്ക് ഒരു മാസത്തേതോ ഒക്കെ എടുക്കാനോ റിപ്പോർട്ട് നമുക്ക് തന്നെ എടുത്ത് പരിശോധിക്കാനോ, ഇതിപ്പോൾ എനിക്ക് ഇന്നലെ ചെയ്തുക്കണോ മിഞ്ഞാന്ന് ചെയ്തുക്കണോ എന്നൊക്കെ നോക്കാനുള്ള സംവിധാനം ഉണ്ട്. ശരിക്കും എൻ്റെ ഒരു മാസത്തെ റിപ്പോർട്ട് എനിക്ക് എടുത്ത് പരിശോധിക്കാനൊരു അവസ്ഥ കൂടി ഉണ്ടെങ്കിൽ എൻ്റെ ഉയർച്ച താഴ്ചകൾ അറിയാലോ. തീർച്ചയായിട്ടും എല്ലാവരും അത്തരത്തിലുള്ള ഒരു പിന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ട് എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു ഓപ്ഷനും കൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇത് എല്ലാം പറയാൻ തോന്നുന്നുണ്ട്. അതെ. ഇതിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഖിറാഅത്ത്, നമ്മൾ ഒരു ദിവസം എത്ര ആയത്ത് നമ്മൾ പാരായണം ചെയ്തു, അതല്ലെങ്കിൽ എത്ര പേജ് അല്ലെങ്കിൽ എത്ര ജുസ്, ഏതൊക്കെ സൂറത്തുകൾ, അതിൻ്റെ എണ്ണമാണ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഒരു ദിവസം എന്തൊക്കെ ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്യും. ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം റേഡിയോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഡെയിലി നിങ്ങൾ എത്ര കുറച്ചാണ് പാരായണം ചെയ്യുന്നത്, 2 ആയത്തെ ഓതുന്നുള്ളതെങ്കിൽ ആ 2 ആയത്ത് സ്ഥിരമായി നിലനിർത്തി പോകുകയാണ്. അപ്പോൾ അതിന് ശരിക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു 10 ആയത്ത് ഓതുന്ന ആളാണെങ്കിൽ 10 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഞാൻ 10 ഓതിക്കണല്ലോ എന്ന് പരിശോധിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇതിൽ. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ അത് ഡെയിലി ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് പിന്നെ നമുക്ക് ഡെയിലി ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷനും കൂടി അതിൽ കാണാൻ പറ്റും. അതിലും നമ്മൾ രാവിലത്തെ ദിക്റുകൾ നമ്മൾ ചൊല്ലിയെങ്കിൽ അത് നമുക്ക് ടിക്ക് ഇടാനുള്ള ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഇന്ന് എന്തെങ്കിലും നമ്മൾ സ്വതക്ക നൽകിയിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നുമല്ല, സ്വയം നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്തുവാനും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ പുണ്യങ്ങളിലേക്ക് പിന്നെ മത്സരിക്കാനൊക്കെ ഉള്ള ഒരു പിന്നെ ഓപ്ഷനുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഉമർ റളിയല്ലാഹു പറയുന്ന വാചകമുണ്ട്, ഹാസിബു ഖബല അൻ തുഹാസബു. നമ്മളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടുന്ന കണക്ക് നോക്കുന്ന സമയത്തിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് കണക്ക് നോക്കണം. അതിന് പറ്റിയൊരു സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് കണ്ടപ്പോൾ തോന്നിയ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇന്ന് ആരാണ് നോമ്പുകാരനായിട്ടുള്ളത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു കയ്യാണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ആരാണ് ഒരു മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തത്? അപ്പോഴും കൈവക്കി. ഇന്ന് ആരാണ് രോഗിയെ സന്ദർശിച്ചത്? അതിനും കൈവക്കി. പിന്നെ പറഞ്ഞത് ഇന്ന് ആരാണ് ഒരു അഗതിക്ക് ഭക്ഷണം കൊടുത്തത്? അതിലും കൈവക്കി. അപ്പോൾ 4ലും ഒരാളിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടിയാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്ന് പറഞ്ഞു.
അപ്പോൾ ഒരുപാട് നന്മകൾ ഇത് ഞാൻ ഒരു ദിവസം കേട്ട് കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു എന്ന് നമുക്ക് തന്നെ വിലയിരുത്താനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു അവസരമാണ്. മാത്രമല്ല എനിക്കത് കേൾക്കുമ്പോൾ പറയാനുള്ളത്, ശ്രോതാക്കളോട് ഉറപ്പെടുത്താനുള്ളത്, ജമീൽ ആപ്പ് നിങ്ങളുടെ മൊബൈലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് തുറക്കണം. എന്നിട്ട് ഇത് പരിചയപ്പെടുത്തുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നിങ്ങളിങ്ങനെ മനസ്സിലാക്കണം. ചില ആളുകൾക്കൊന്നും ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും അറിയില്ല, എങ്ങനെ എടുക്കാമെന്നറിയില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഹോമിൽ തന്നെ ഉണ്ട് ഈ ഒരു ദിവസത്തെ ഇപ്പോൾ ഒരു ദിവസത്തെ ആയത്ത്, ഒരു പ്രധാനമായി കൊടുത്തുള്ളൊരു ആയത്ത്, അതേപോലെ ദുആ ഓഫ് ദി ഡേ ഒരു ദിവസത്തെ. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ തന്നെ എടുത്ത് ഇങ്ങനെ തുറന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്പ് പരിപൂർണമായിട്ടും ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നിത്യജീവിതത്തിൽ എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നതിനെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ തിരുവനന്തപുരത്തു നിന്നും ഒരു വ്യക്തി എനിക്കൊരു വോയിസ് അയക്കുകയുണ്ടായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ എല്ലാ ദിവസവും സുബഹി നമസ്കാര ശേഷം ജമീൽ ആപ്പിലെ ഖുർആൻ എന്നൊരു കാറ്റഗറി ഉണ്ട്, ഓഡിയോ ഖുർആൻ എന്ന കാറ്റഗറിയിൽ നമ്മൾ ഒരു ഖുർആന് അതിൻ്റെ അർത്ഥവും ആയത്തുകളും കൊടുത്തൊരു സെക്ഷനുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ചില സൂറത്തുകൾ അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒന്നും കൂടി ആഡ് ചെയ്യണം, വിട്ടുപോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തീർച്ചയായും നമുക്കത് കേൾക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മളറിയാതെ എത്രയോ ആളുകൾ ഇത്തരത്തിൽ ജമീൽ അവരുടെ പ്രഭാതം മുതൽ ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് നേരിട്ട് കേൾക്കുമ്പോഴുള്ള ഒരു ആത്മനിർവൃതി വേറെ തന്നെയാണ്. അത്തരത്തിലൊരു അനുഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. റേഡിയോ ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈവിൽ നിങ്ങൾ ജമീൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയണം എന്ന് ഓർമ്മപ്പെടുത്തും. ലൈവായിട്ട് നമുക്ക് പങ്കുവെക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പങ്കുവെക്കാം. കാരണം അതിൻ്റെ ഒരു മെയിൻ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കൂടിയാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ലഭിക്കും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എത്രത്തോളം, അതായത് ഇപ്പോൾ ജമീൽ ആപ്ലിക്കേഷൻ ഒരു ലൈബ്രറി സോഴ്സാണ്. സോൾമേറ്റ് എന്നാണ് നമ്മൾ അതിൻ്റെ ക്യാപ്ഷൻ തന്നെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കണ്ടൻറ്റുകൾ, ഒരുപാട് ഡോക്യുമെൻറ്റ്സുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഒരു ആഴവും പരപ്പും എന്ന് നമ്മുടെ ശ്രോതാക്കളൊന്ന് അറിഞ്ഞാൽ നന്നാവും. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ കാറ്റഗറികളായിട്ടാണ് ഈ ജമീൽ ആപ്പിലെ സംവിധാനങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏകദേശം ഓഡിയോ തന്നെ നമുക്ക് ഏകദേശം 23,000-ൽ പരം ഓഡിയോ നമുക്ക് ജമീൽ അവൈലബിൾ ആണ്. നമ്മൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് കാറ്റഗറികളായി ഏകദേശം 5,700-ൽ പരം വീഡിയോസ് നമ്മൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ 1,500-ൽ പരം ഡോക്യുമെൻറ്റ്സ്. ഇത്രയും കണ്ടൻറ്റുകൾ നമ്മൾ ഇങ്ങനെ കാറ്റഗറി വൈസായിട്ട് തിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ 700-ൽ പരം പ്രഭാഷകരുടെ സംസാരങ്ങൾ, അവരുടെ ക്ലാസ്സുകൾ തുടങ്ങി എല്ലാ പ്രോഗ്രാമുകളും ഇതിലുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കാറ്റഗറികൾ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളിതിൻ്റെ ഒരു വേറൊരു തലത്തിലേക്ക് വരുമ്പോൾ ജമീൽ ആപ്പിൽ തന്നെ നമ്മൾ വീഡിയോ എന്നുള്ളൊരു കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ഓരോ വിഷയ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അള്ളാഹു, അതേപോലെ തന്നെ വിമർശനം, ആനുകാലികം, പ്രബോധനം, പരലോകം, ദുറൂസ്, കുടുംബം, അതേപോലെ തന്നെ സക്കാത്ത്, നോമ്പ്, കൗമാരം, ശാസ്ത്രം, ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും പ്രത്യേകമുള്ള സംസാരങ്ങൾ ഈ കാറ്റഗറി വൈസിൽ നമ്മൾ ഓരോ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് വളരെ സൗകര്യമാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ എത്രത്തോളം ഒരു സംസാരങ്ങളോ കാര്യങ്ങളോ കേൾക്കണം എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം നേരെ ഈ ഒരു ഓഡിയോ ആണോ വേണ്ടത്. ഇപ്പോൾ യാത്രയിലാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വിഷയത്തിൽ സംസാരമുണ്ട്. ഇപ്പോൾ പീസ് റേഡിയോയിൽ തന്നെ നമ്മൾ ഒരു കാറ്റഗറി പീസ് റേഡിയോ എന്നുള്ള കാറ്റഗറി തന്നെ ജമീൽ ആപ്പിലുണ്ട്, വീഡിയോ ആകട്ടെ ഓഡിയോ ആകട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള കാറ്റഗറികൾ നമ്മൾ വിഷയാടിസ്ഥാനത്തിൽ നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് തന്നെ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ആ വിഷയമായി ഇപ്പോൾ ചില ആളുകൾക്കും പലർക്കും വ്യക്തിപരമായി പല വിഷയങ്ങളിലായിരിക്കും താല്പര്യം. അപ്പോൾ അത്തരത്തിലുള്ള ആ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഈ കാറ്റഗറികൾ സെർച്ച് ചെയ്ത് അവർക്ക് വേണ്ട ഓഡിയോ ആണെങ്കിൽ വീഡിയോ ആണെങ്കിൽ, അതായത് വായന ഇഷ്ടപ്പെടുന്ന ആളുകൾ, വായിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റ് എന്ന ഒരു സെക്ഷനും ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ ഭാഗത്ത് ഞാനത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു സവിശേഷത കേട്ടോ, ഇത് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചു തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമുക്ക് ആ ഡോക്യുമെൻ്റ് എത്ര സമയം കൊണ്ട് വായിച്ച് തീരും
അതെ എന്ന ഒരു ഭാഗയിൽ ഉൾപ്പെടുത്തിയത് കൊടുത്തിട്ടുണ്ട്. അതെ അതെ, അതൊരു നല്ലൊരു ഓപ്ഷനാണ്. തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ചില ഖുതുബകൾ അല്ലെങ്കിൽ ചില ഓഡിയോകൾ നമ്മൾ ഇതേപോലെ വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഒരു പക്ഷേ അതിൻ്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. ചില നമ്മൾ പിന്നെന്താ പറയുക, ഈ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ഒരു ആളുകൾക്ക് വായിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇത് ഇനി ഇത്രയും വായിക്കണോ, എത്ര സമയം നമ്മളിത് വായിക്കാൻ ചെലവഴിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു സമയത്തിൻ്റെ ഒരു അവിടെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൊടുത്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് വായിക്കാനുള്ളൊരു ടെൻഡൻസി കൂടി അതിൽ കണ്ടുകൊണ്ടാണ് അത്ര ഒരു ഓപ്ഷൻ കൂടി അവിടെ നമ്മൾക്കതൊരു ഫീഡ്ബാക്ക് ഇപ്പോൾ വായിക്കാൻ തോന്നുന്നു. സൈനുൽ മഞ്ചേരി പറഞ്ഞ ഫീഡ്ബാക്ക്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുവരെ ജമീൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കുട്ടികൾ നോക്കാറുണ്ട്. ഇത്രയധികം ഫീച്ചറുള്ളൊരു സംവിധാനമാണല്ലോ ഞാൻ ശ്രദ്ധിക്കാതെ പോയത് എന്നതിൽ സങ്കടമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ആഴവും പരപ്പും ശ്രോതാക്കൾ ഇപ്പോഴും തിരിച്ചറിയുന്നത് ഇങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ ടീമിനോട്, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ടീം, അതിൻ്റെ ടെസ്റ്റിംഗ് ടീം, അങ്ങനെ കുറേ വകുപ്പുകൾ തിരിച്ചുകൊണ്ടാണല്ലോ അപ്ലോഡിങ് ടീം ഒക്കെ. അതിൻ്റെ ടീമംഗങ്ങൾ ഒരിക്കലും മുഴുവൻ ആളുകൾ കേരളത്തിൽ നിന്നുകൊണ്ടല്ലല്ലോ വർക്ക്. തീർച്ചയായിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യഥാർത്ഥത്തിൽ എനിക്ക് ചില ആളുകളെ എനിക്ക് വ്യക്തിപരമായി ഓർക്കാൻ കഴിയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഡെൻമാർക്കിൽ നിന്നും അതേപോലെ ചെക്ക് റിപ്പബ്ലിക്കിലൊക്കെ ഉള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇതുമായി ഇതിൻ്റെ ഓരോ മേഖലകളിലും ഡെയിലി എന്ന രൂപത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ സമയം മാറ്റിവെച്ച് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ കണ്ടൻറ് സൈഡിലാണെങ്കിലും ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. GCC കൺട്രീസിൽ സ്വാഭാവികമായും അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ്, ഇതിൻ്റെ സപ്പോർട്ടിങ് വലിയൊരു വിഭാഗം തന്നെ, ഏകദേശം ഒരു 13ഓളം വിങ്ങുകളായിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ജമീൽ ആപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എനിക്ക് തോന്നുന്നത്, എല്ലാ വെള്ളിയാഴ്ചകളുടെയും ജുമുഅ ഖുതുബകൾ വ്യവസ്ഥാപിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കയറി വരുന്നത്. അത്യാവശ്യം നല്ലൊരു കണ്ടന്റാണ്. വെച്ചാൽ കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക നമ്മുടെ മുജാഹിദ് പള്ളികളിലെ സലഫി ആദർശമുള്ള ഖുതുബകൾ എന്ത് ചെയ്യാറുണ്ട്, ലഭിക്കാറുണ്ട്. ഈ പോസ്റ്റർ ഇറങ്ങാറുണ്ടല്ലോ എത്ര ഖുതുബകളാണെന്നുള്ള അതിൻ്റെ ഒരു പോസ്റ്റർ. 65 പരം ഖുതുബകളല്ല വെള്ളിയാഴ്ച, ഒരു വെള്ളിയാഴ്ച 65 പരം ഖുതുബകൾ. പിന്നെ ചില ആളുകൾ ഇതേപോലെ നമ്മോട് ചോദിക്കാറുണ്ട്, ഇന്ന ഖുതുബ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ, ജമീൽ ആപ്പിൽ കാണുന്നില്ലല്ലോ എന്നതിനെ കുറിച്ചൊക്കെ ചില ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അവരവരുടെ നാട്ടിലെ പള്ളിയിൽ അവർക്കറിയാം ഇന്ന വ്യക്തിയാണ് അവിടെ ഖുതുബ നിർവഹിക്കുന്നത്. അങ്ങനെ ആളുകൾ അവർക്ക് വിദേശത്ത് നിന്ന് അവർക്ക് ആ ഒരു ഖുതുബ കേൾക്കാൻ അവർ ഉപയോഗിക്കുന്നത് ജമീൽ ആപ്പിനെയാണ് എന്നതിൽ ഓഗസ്റ്റ് 2 ഒരു ഖുതുബ കിട്ടിയിട്ടില്ല എന്ന് ഒരു ഇതിൽ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ്. ഈ ജമീൽ ആപ്ലിക്കേഷനിൽ ധാരാളം കണ്ടന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഓഡിയോ, ഡോക്യുമെൻറ്റ്സ്, വീഡിയോ, അങ്ങനെ തുടങ്ങി കുറേ. എനിക്ക് ആവശ്യമുള്ളൊരു വിഷയത്തിലുള്ള ഒരു പർട്ടിക്കുലർ ഒരു പ്രഭാഷകൻ്റേതാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളൊരു വിഷയം അത് പ്രത്യേകമായി സെലക്ട് ചെയ്യാനുള്ള സംവിധാനം എന്താണുള്ളത്? തെരഞ്ഞു കണ്ടുപിടിക്കൽ ആവശ്യമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈ ഒരു സെർച്ചിങ് എന്നുള്ളൊരു ടെൻഡൻസിയാണ്. ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ChatGPT, അതേപോലെ തന്നെ അങ്ങനെയുള്ളൊരു സെർച്ചിങ് മെൻറ്റാലിറ്റിയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജമീൽ ആപ്പിൽ നമ്മൾ ഏറ്റവും പ്രയോറിറ്റി ആയി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് സെർച്ചിങ്. ജമീൽ ആപ്പ് ലോഗിൻ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനാണ് സെർച്ച്. അപ്പോൾ ആ ഒരു സെർച്ച് നമ്മളവിടെ ജമീൽ ആപ്പിലെ ഹോം പേജിലുള്ള സെർച്ചിൽ നമുക്ക് ഏത് വിഷയം, ഒരു വിഷയം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഇപ്പോൾ അള്ളാഹു എന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ആ ഒരു സെർച്ചിലെ കണ്ടൻറ്റ് നമുക്ക് വേണ്ടത് ഏത് രൂപത്തിലാണ്, അതായത് ഡോക്യുമെൻ്റ് ആയിട്ടാണോ, അതല്ല വീഡിയോയിലെ കണ്ടൻ്റ് ആണോ വേണ്ടത്, അതല്ല ഇനി ഓഡിയോ ആണോ വേണ്ടത്. അപ്പോൾ അങ്ങനെ 3 ഈ ഒരു കാറ്റഗറികളിലെയും പിന്നെ കണ്ടന്റ് നമുക്ക് അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടന്റ് ഓഡിയോ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ സെർച്ച് കണ്ടന്റ് ഇൻ ഓഡിയോ എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഓഡിയോയിലെ സെർച്ചാണ് നമുക്കവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറിയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഓഡിയോ എന്ന കാറ്റഗറി ഉണ്ട്, അതേപോലെ തന്നെ വീഡിയോ ഉണ്ട്, ഡോക്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരാൾക്കിപ്പോൾ വീഡിയോ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, വീഡിയോയിലുള്ള ആ ഒരു സെക്ഷന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെയും സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഏത് വിഷയത്തിലാണോ നമുക്ക് പിന്നെ ഒരു കാര്യം കേൾക്കേണ്ടത് അത് ഇത്തരത്തിൽ സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട്
നമുക്ക് കൈകാര്യം ചെയ്യാം. യഥാർത്ഥത്തിൽ നാസർക്ക് ഇന്നിവിടെ വന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ്. കാരണം ജമീൽ ആപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു, ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നാവും. ജമീൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ജമീൽ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമ്മുടെ ആപ്പ് അവിടെ കാണിക്കുന്നതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതുപോലെ ഞാൻ അതിൽ iOS പിന്നെ ആപ്പിൾ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സംശയമുള്ളത്, നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ടോ അതിൽ? അതിൽ ആപ്പിൽ എല്ലാ കണ്ടന്റുകളും നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ ഇൻ്റർനെറ്റ് ആവശ്യമില്ല. ഇതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മളിപ്പോൾ അതുക്കാർ എന്ന ഓപ്ഷൻ നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സുകൾ, പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ ഓഡിയോകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ പീസ് റേഡിയോ പ്രോഗ്രാമുകളാകട്ടെ, നമ്മുടെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു 23,000-ൽ പരം ഓഡിയോസ് നമ്മുടെ ജമീൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് പിന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ്സ് എന്നൊരു സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത ഓഡിയോസ് നമുക്ക് പിന്നെ കാണാൻ കഴിയും. അത് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്തും എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. ഹസ്നത്ത് TM ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ജമീൽ ആപ്പിൽ അമാനി തഫ്സീർ ഓഡിയോ ആയി കേൾക്കാൻ സൗകര്യമുണ്ടോ? ഞാനൊരു അധ്യാപികയാണ്, ടൈറ്റ് ഷെഡ്യൂളാണ് രാവിലെ, അപ്പോൾ അങ്ങനത്തെ സംവിധാനമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അമാനിയ തഫ്സീറിലെ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓഡിയോ ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ വിശദമായ ഒരു വിപുലമായിട്ടുള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ അധികം ഉണ്ട് തഫ്സീറിൻ്റെ ട്രാൻസ്ലേഷനും കാര്യങ്ങളും. അപ്പോൾ കുറച്ചുകൂടി നിലവിൽ അതിൽ കുറച്ചേ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളൂ. ഈ ജമീൽ ടീമിൻ്റെ ഒരു കോർഡിനേഷൻ വർക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് താങ്കൾക്കും അതുപോലെ തന്നെ ടീം അംഗങ്ങൾക്കും അതിൻ്റെ ആലോചനകൾ നിർവഹിച്ച ആളുകൾക്കൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് ശേഷം ലഭിക്കും, സംശയമൊന്നുമില്ല. കൂടുതൽ ആളുകൾക്ക് ഈ ഒരു റേഡിയോ സംവിധാനം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജമീൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നല്ലൊരു പ്രചോദനം അത് നിങ്ങളുടെ വരവിലൂടെ ഉണ്ടായിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടി ഉറപ്പെടുത്താനുള്ളത്, ഈ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾക്ക് ദീനി രംഗത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അവർക്ക് സംവിധാനങ്ങൾ, അവർക്ക് സഹായിക്കാനുള്ളൊരു മേഖല കൂടി ഏത് തലത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സമയം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ അറിവുകൾ അത് നാളത്തേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി ശ്രോതാക്കളോട് ആവശ്യപ്പെടാനുള്ളത്, ഇന്ന് ഈ ജമീലിൻ്റെ ഈ ഒരു ചർച്ച നാസറുമായുള്ള സംസാരത്തിന് ശേഷം ആരൊക്കെയാണ് ആദ്യമായി ജമീൽ ഇൻസ്റ്റാൾ ചെയ്തത് എന്നൊന്ന്, ഞാൻ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തു എന്നൊന്ന് ഫീഡ്ബാക്കിൽ കമൻറ്റ് ചെയ്താൽ അത് വളരെ ഉപകാരമായിരിക്കും. നമുക്കതെല്ലാം സന്തോഷം. ഏതായാലും ഇന്നത്തെ പരിപാടിയിൽ വന്നതിൽ സന്തോഷം. ബാറക്കല്ലാഹു ഫീക്കും. നിങ്ങൾ കുറച്ച് ദീർഘദൂരം രാവിലെ സമയത്ത് ഉറക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.